വളരെ പ്രാർത്ഥനയോടും വളരെ സന്തോഷ നിർവൃതിയുള്ള മനസ്സോടും കൂടെ ഒരു സഭായോഗം കൂടി കൂടാൻ നമ്മുടെ കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് അവസരം തന്നല്ലോ. നല്ല മനസ്സും ആരോഗ്യവും അവസരമൊക്കെ തരുന്നത് കർത്താവാണ്. എത്രയോ പേർക്ക് അവസരമുണ്ടായിട്ടും ഈ ഞായറാഴ്ചയെ പാഴാക്കി കളയുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഇതുപോലത്തെ മനോഹര ഗാനങ്ങളാലും അതിലുപരി ആത്മീക ചിന്തകളാലും നമുക്ക് ധന്യരാകാൻ കർത്താവ് തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ സഭായോഗത്തിൽ, പൗരുഷനെ സംബന്ധിച്ച് വീട്ടിലെ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെയും വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സന്തോഷത്തോടെ നമ്മൾ സങ്കീർത്തന ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നാം അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ശരണപ്പെടുകയാണ്. പ്രധാനമായും ഈ സങ്കീർത്തനത്തിലെ അനേക വാചകങ്ങളും വാക്കുകൾ പോലും നമ്മുടെ ചിന്തയ്ക്ക് ആത്മീക ജീവിതത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്നതാണെങ്കിലും എല്ലാ വാക്കുകളും സങ്കീർത്തന പ്രബോധനത്തിനകത്ത് എടുത്തു പറയുന്നത് സമയത്തിൻ്റെ നിക്ഷിപ്തത കൊണ്ട്, പരിമിതികൾ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രധാന ഭാഗങ്ങൾ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇന്നും ഈ സങ്കീർത്തനത്തിൽ നിന്ന് ദാവീദ് രചിച്ച പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ ജീവിതത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ കരുതലുകൾ, ഇപ്പോൾ നമ്മൾ പാടി നിർത്തിയതുപോലെ ദൈവത്തിൻ്റെ കരുതലുകളും സ്നേഹമൊക്കെ ഓർത്ത് തൻ്റെ തൂലികയിലൂടെ വിരചിതമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഈ സങ്കീർത്തന ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട് ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് 2 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് അതിനകത്തേക്ക് പ്രവേശിക്കാം. 3-4 വാക്യങ്ങൾ, 8-ാം സങ്കീർത്തനത്തിൻ്റെ 3-4 വാക്യങ്ങൾ സ്തോത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും അങ്ങുണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ അങ്ങ് ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. ആശ്ചര്യകരമായിരിക്കുന്ന ചോദ്യമാണ്. ദൈവത്തെ അടുത്തറിയും തോറും നമുക്കുണ്ടാകുന്ന ഒരു വലിയ വികാരമാണ്. നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും, നമ്മൾ അതിശയിച്ചു പോകും. കാരണം ദൈവം, ഇത്ര മഹാനായ ദൈവം, ഇത്ര വലിയവനായ ദൈവം മൺപൊടിയായിരിക്കുന്ന നമ്മളോട് ഇത്രയും വലിയ കരുതൽ കാണിക്കാൻ നമ്മൾ എന്തുള്ളൂ എന്നൊരു തോന്നൽ നമുക്കിതുവരെ വരാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ അതിനൊരു മറുപടിയുള്ളൂ, നമ്മുടെ യഥാർത്ഥത്തിൽ ആത്മീയത്തിലേക്ക് കയറിയിട്ടില്ലെന്ന് വേണം പറയാൻ. വാസ്തവത്തിൽ ദൈവത്തെ അടുത്തറിയും തോറും നമുക്ക് തോന്നുന്നത് നമ്മളോട് ഇത്ര മഹാനായ ദൈവം, ഇത്ര വലിയവനായ ദൈവം, ഇത്ര കരുത്തനായ ദൈവം, ഈ ദൈവം സാധുവായ എന്നോട് ഇത്രയും കരുണ കാണിക്കാൻ എന്നിൽ എന്തുള്ളു കർത്താവേ എന്നൊരു തോന്നലാണ് വാസ്തവത്തിൽ ആരാധനയ്ക്ക് കാരണമായി തീരുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ്റെയും ഉള്ളിലെ ആത്മഗതം മറച്ചു വെക്കാതെ അദ്ദേഹം ദൈവസന്നിധിയിൽ ചോദിച്ചു, സ്തോത്രം, മനുഷ്യനോട് ഇത്രയും കരുണ കാണിക്കാൻ, മനുഷ്യനെ ഇങ്ങനെ ഓർക്കാൻ, ഇടയ്ക്കിടയ്ക്ക് അവനെ സന്ദർശിക്കാൻ മനുഷ്യൻ എന്തുള്ളൂ എന്ന് ചോദിക്കുന്നതിന് ആക്കം കൂട്ടാൻ വേണ്ടി അദ്ദേഹം കൂട്ടിച്ചേർത്തത് അങ്ങയുടെ വിരലുകളുടെ പണിയായ സൂര്യനെയും ചന്ദ്രനെയും ആകാശത്തെയും നക്ഷത്രങ്ങളെയൊക്കെ നോക്കുമ്പോൾ, സ്തോത്രം, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 10-70 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് പോരായ്മകളും അപജയങ്ങളൊക്കെ സംഭവിച്ച് ചിലപ്പോൾ അമപാനിതനായി ചിലപ്പോൾ രോഗിയായി ഇവിടം കൊണ്ട് തീരേണ്ട സ്തോത്രം ഈ മനുഷ്യനെ യുഗങ്ങളായി കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യനുമായി കമ്പയർ ചെയ്യുമ്പോൾ, സ്തോത്രം, ആർജിച്ചെടുക്കുന്ന വെളിച്ചം കൊണ്ട് രാത്രികളെ നിലാവിൻ്റെ പൊൻപ്രഭയിലാക്കി തീർക്കുന്ന ചന്ദ്രനെയും കത്തിത്തീരാത്ത നക്ഷത്രങ്ങളെയും തലയ്ക്ക് മീതെ സ്തോത്രം ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ 10-70 വർഷം ഈ ഭൂമിയിൽ സുഖദുഃഖ സമ്മിശ്രമായി ജീവിച്ചു പോകുന്ന എന്നെയും നിങ്ങളെയും മറ്റു പലതിനേക്കാൾ അധികം ദൈവം ഓർക്കുന്നു എന്നത് എത്ര ശ്രേഷ്ഠമാണെന്ന് ഇന്ന് പകൽക്കാലം വിശദീകരണം വരുന്നതിനേക്കാൾ മുമ്പ് ആ വാക്യത്തിന് മുമ്പിൽ അങ്ങനെ തോന്നലുള്ള ദൈവമക്കൾ അതരങ്ങൾ തുറന്ന് ഒരിക്കൽ കൂടി ദൈവത്തോട് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആ വാക്യമാണ് കൂടുതലും പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിലും ഒരാമുഖം എന്ന നിലയ്ക്ക് 2-ാം വാക്യം അവിസ്മരണീയമായതുകൊണ്ട് മറന്നിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊന്ന് തുടങ്ങാൻ 2-ാം വാക്യം ഉപയോഗിക്കാം. അങ്ങയുടെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ അങ്ങ് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. സ്തോത്രം, പ്രാവചനികമായിരിക്കുന്ന ഒരു വാക്യമാണത്. സ്തോത്രം, വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും വ്യാഖ്യാതാക്കൾ ബുദ്ധിമുട്ടിട്ടൊരു വാക്യമാണത്. ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ വായിൽ എന്ന് പറയുന്നത് സ്തോത്രം ഒരു എന്താ പറയുക, അമ്മയുടെ നെഞ്ചോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന ഒരു കൈക്കുഞ്ഞിനെ ഉദ്ദേശിച്ചല്ല. വേദപുസ്തകത്തിന് വ്യാഖ്യാനം ആവശ്യമാണ്. ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ വാക്യത്തെ സ്തോത്രം ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ ജനിച്ച ശിശുക്കൾ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് വീണ്ടും ജനിച്ചവരായ ദൈവത്തിൻ്റെ മക്കൾ, സ്തോത്ര, ഹല്ലേലൂയ. മാത്രമല്ല അവിടെ എടുക്കുന്നത് പാല് കുടിക്കുന്നവരുടെയും എന്ന് എഴുതിയിരിക്കുന്നത് വചനം എന്ന മായമില്ലാത്ത പാല് എന്ന പത്രോസ് എഴുതിയിരിക്കുന്ന സ്തോത്രം. ഒരു യോഗത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ വേറെ, അതൊക്കെ ഒരു തുടക്കമായിരിക്കാം. ഇങ്ങനത്തെ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, വീട്ടിലെ സഭായത്തിലോ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്നു, അതൊരു തുടക്കമായിരിക്കാം. കുറച്ചുകൂടെ നമ്മുടെ ആകുലതകളും വേദനകളൊക്കെ നിമിത്തമാണ് നമ്മൾ ഇങ്ങനൊരു പ്രാർത്ഥനയെക്കുറിച്ച് അറിഞ്ഞ് അവിടേക്ക് വന്നത്. പക്ഷേ ഇവിടെ വന്നാൽ സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്നത്, ഞാൻ ആ വാക്യത്തെ സഭ്യമായിട്ടൊന്ന് വ്യാഖ്യാനിക്കുക കേട്ടോ. സ്തോത്രം, നിങ്ങൾ ശ്രദ്ധിച്ചോളണം. പത്രോസിന്റെ ലേഖനത്തിലെ വാക്യം കൂടി, പരിചിതമായ വാക്യം കൂടി ചേർത്ത് വെച്ച് സ്തോത്രം പത്രോസ് പറഞ്ഞു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം എന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നത് സ്തോത്രം വെറും ശിശുക്കളുടെ അല്ല,
മുല കുടിക്കുന്നവരുടെയും എന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം എന്ന് പറയുമ്പോൾ അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ സ്തോത്രം അതിനെ പുതിയ നിയമത്തിലേക്ക് വ്യാഖ്യാനിക്കുമ്പോൾ വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കുന്നവർ. ഞാൻ ആദ്യം ഓർപ്പിച്ചു വന്നതുപോലെ ഒരാവശ്യത്തിന്റെ വെളിച്ചത്തിലായിരിക്കാം ഒരു കൂട്ടായ്മയിലേക്ക് വന്നത്. ഇതിനകത്ത് വന്നാൽ ഓരോരുത്തരും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു യോഗത്തിൽ വന്നിരിക്കുമ്പോൾ അത് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും പഠിക്കണം. അപ്പനമ്മമാർ വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം, സൺഡേ സ്കൂൾ അധ്യാപകർ പഠിപ്പിക്കണം. ആർക്കും കീഴ്പ്പെടാതെ, ആർക്കും പിടികൊടുക്കാതെ, ആരുടെ ഉപദേശം കേൾക്കാതെ സ്തോത്രം അവനവന് തോന്നിയതുപോലെ ജീവിക്കുന്നവർക്ക് ഇത് പറ്റിയല്ല. പഠിപ്പിക്കണം. എന്ത് പഠിപ്പിക്കണം? ഒരു യോഗത്തിന് എങ്ങനെ ഇരിക്കണം, എങ്ങനെ വരണം, വന്നാൽ ഒരു ആത്മീക യോഗത്തിൽ വന്നാൽ വരുന്നവന്റെ കടപ്പാടുകൾ എന്തൊക്കെയാണ്. സ്തോത്രം ഒന്നോടെ കേട്ടോ, വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും. സ്തോത്രം ഹല്ലേലൂയ. വന്നിരിക്കുന്നത് ദൈവത്തിന് മുമ്പിലാണെങ്കിൽ, പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമാണ് വന്നിരിക്കുന്നതെങ്കിൽ വരുന്നവൻ എന്തൊക്കെ ചെയ്യണം? ദൈവസന്നിധിയിൽ വന്നവൻ കാഴ്ചക്കാരനായാൽ മതിയോ? ഇവിടെ നിന്ന് ആരെങ്കിലും പറയുമ്പോൾ സ്തോത്രം ഈങ്കിലാം വിളിക്കുന്നത് പോലെ ഒരു സ്തോത്രം പറഞ്ഞാൽ മതിയോ? അതെയോ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും കടപ്പാടുണ്ടോ? ഞാനിവിടെ വന്നിരുന്നിട്ട് എന്തെങ്കിലും ചെയ്യണോ? നീ വീട്ടിൽ വരാൻ പറ്റിയില്ല, അല്ലെ ഒരു യോഗത്തിൽ ഒരു ഹാളിൽ വരാൻ പറ്റിയില്ലെങ്കിലും വീടുകളിലിരുന്ന് സഭായോഗത്തിൽ പങ്കെടുക്കുമ്പോൾ, പാട്ടുപാടുമ്പോൾ, ആരാധിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ എനിക്കെന്തെങ്കിലും റോളുണ്ടോ? ഞാൻ എന്തെങ്കിലും ചെയ്യണോ എന്നതിനെക്കുറിച്ച് പഠിച്ചേക്കണം. കാരണം യോഗം കൂടാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ. സ്തോത്രം. അതിൽ വിശ്വാസത്തിലേക്ക് വന്നാൽ ഒന്നോടെ കേട്ടോളണം, വീണ്ടും ജനനത്തിലൂടെ ദൈവമക്കളായി തീർന്നാൽ ആ തീർന്നവരുടെ ഏറ്റവും വലിയ കടപ്പാടാണ് പാല് കുടിച്ചോളണം. സ്തോത്രം എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം തെറ്റത്തില്ല, നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകത്തില്ലെന്ന് വിചാരിക്കാം. പത്രോസ് പറഞ്ഞതാണ് ഉദ്ദേശിക്കുന്നത്, വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ചോളണം. കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുള്ള അമ്മമാർക്കറിയാം, സ്തോത്രം ജനിച്ചിട്ട് മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ചിലപ്പോൾ സ്തോത്രം ചില മണിക്കൂറുകൾക്കുള്ളിൽ കുഞ്ഞ് പാല് കുടിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ അപകടമാണ്. എന്നതുപോലെ തന്നെ സ്തോത്രം പാട്ടുപാടും, പ്രവചനം കേൾക്കും, സ്തോത്രകാഴ്ച കൊടുക്കും, വേണമെങ്കിൽ വടക്കേണ്ടിയിൽ മിഷൻ ട്രിപ്പ് നടത്തും, പാല് കുടിക്കുകയല്ല. എന്ന് പറഞ്ഞാൽ വചനം സ്വീകരിക്കുകയല്ല, വചനം വായിക്കുകയല്ല, വചനം ഉൾക്കൊള്ളുകയല്ല. അങ്ങനെയുള്ളവരൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ, അപകടത്തിലാണ്. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം അപകടത്തിലാണ്. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നു, സ്തോത്രം ദൈവം ശിശുക്കളുടെയും വചനമെന്ന്, ഞാൻ ആ വാക്കിനെ ആ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന അതേ വാക്ക് സഭ്യമുള്ളതാണ്. സ്തോത്രം അതൊരു അപരിഷ്കൃതമല്ല. എങ്കിലും നമ്മൾ വ്യാഖ്യാനിച്ച് പറയുകയാണ്, ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ എല്ലാ ദിവസവും വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുന്നവന്റെ വായിൽ എന്റെ ദൈവം ബലം നിയമിക്കുമെന്ന്. ഹല്ലേലൂയ. അതിനിന്ന് പകൽക്കാലം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം, ആരോഗ്യത്തോടെ സ്തോത്രം ഹല്ലേലൂയ. ഈ പവർവിഷന്റെ സ്റ്റുഡിയോ ഇരിക്കുന്ന ഒരു കുന്നിന്റെ മുകളിലാ. ബസ്സിറങ്ങിയിട്ട് ഈ കുന്നിന്റെ മുകളിലേക്ക് നടന്നു വന്നവരുണ്ട്. ഇനി ഇവിടെ വരെ വരാൻ പറ്റാതെ, സ്വന്തം കട്ടിലിൽ നിന്ന് താഴെ കാല് കുത്താൻ പറ്റാതെ ബലഹീനമായി വീട്ടിലിരുന്നാണ് ഇത് കേൾക്കുന്നതെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് വചനമെന്ന് മായമില്ലാത്ത പാല് കുടിക്കാൻ തുടങ്ങിയാൽ എൻ്റെ കർത്താവ് അങ്ങനെ സ്തോത്രം വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുന്നവരുടെ വായിൽ ദൈവം ബലം നിയമിക്കുമെന്ന് എത്ര പേർക്ക് അത് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്? അകത്തേക്ക് വചനം കേറുന്നവന്റെ അതരത്തിലൂടെ ദൈവത്തിന്റെ ബലം വ്യാപരിക്കാൻ തുടങ്ങുമെന്ന് ഇന്ന് പകൽക്കാലം ഈ സങ്കീർത്തനത്തിലൂടെ ഇത് പറയുമ്പോൾ എത്ര പേര് സ്തോത്രത്തോടെ പറയും, ആര് കൂടെ ഇരുന്ന് പാടാനില്ലെങ്കിലും, നിന്റെ വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിലും നിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ വചനമെന്ന് ഈ പാല് നീ കുടിക്കാൻ തുടങ്ങിയാൽ നിനക്ക് അസാധാരണ ബലമുണ്ടാകും. ശരിയാണോ അല്ലയോ എന്ന് എന്നേക്കാൾ പ്രായമുള്ള പക്വതയുള്ള ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് യോഗം കഴിഞ്ഞ ശേഷം ഫോൺ വിളിച്ച് ചോദിക്കുക അവരോട്, ഞാനിന്ന് പവർവിഷൻ ഒരു സ്വോത്ര സംഗതി കേട്ടു, ഇതൊക്കെ ശരിയാണെന്ന്. അവർ പറയുന്നത് എന്താണെന്ന് കേൾക്ക്, എന്നിട്ട് സ്വോത്രം പറഞ്ഞാൽ മതി. സ്വോത്രം ഞാൻ പറയാം. സ്വോത്രം ആത്മീകത്തിൽ ഏറ്റവും ബലമുള്ളവരാരെന്ന് ചോദിച്ചാൽ എല്ലാ വെള്ളിയാഴ്ച ഉപവാസം എടുക്കുന്നവരല്ല, മാസത്തിന്റെ അവസാനം 3 ദിവസം പ്രാർത്ഥന വെക്കുന്നവരല്ല, എല്ലാ ചൊവ്വാഴ്ച വീടിന്റെ ടെറസിന്റെ മുകളിൽ ഷീറ്റിട്ട് പ്രാർത്ഥന നടത്തുന്നവരല്ല. ഞാൻ തറപ്പിച്ചു പറയാം, ആത്മീയത്തിലെ അജയ്യന്മാർ, ആത്മീയത്തിലെ വലിയ ശക്തന്മാർ, അതരത്തിൽ ബലമുള്ളവർ ആരാന്ന് ചോദിച്ചാൽ ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയും, വചനമെന്ന് മായമില്ലാത്ത പാല് കുടിക്കുന്നത് ആരാണോ അവരുടെ അതരത്തിലാണ് സ്വർഗം ബലം കൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ആ മേഖല അങ്ങ് തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. നിന്റെ വേദപുസ്തകം സ്തോത്രം ഹല്ലേലൂയ വിഗ്രഹമായി വീട്ടിലിരിക്കരുത്. ഇന്ന് പകലിൽ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ എത്രത്തോളം വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാമോ അങ്ങനെ കുടിക്കുകയാണെങ്കിൽ സ്വർഗം ഇന്ന് പകൽക്കാലം വാക്ക് പറയുന്നു, ഞാൻ നിന്റെ വായിൽ ബലം നിയമിക്കാം. ദൈവം അതരത്തിൽ ബലം നിയമിക്കും. എന്തിനാണ് ഈ ബലം? ഹല്ലേലൂയ. കുറച്ചുകൂടെ തെളിച്ചു പറയാം. ദൈവജനത്തിന്റെ ശക്തി മുഴുവൻ ഇരിക്കുന്നത് ആൾക്കൂട്ടത്തിലല്ല, കെട്ടിടത്തിലോ സ്വത്തിലോ വകയിലോ വകുപ്പിലോ ഒന്നുമല്ല. സ്തോത്രം ഹല്ലേലൂയ. 1-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് വൻപൻ സാമ്രാജ്യങ്ങളും സാമ്രാജ്യാധിപന്മാരും മതങ്ങളും മതമേലാളന്മാരും ആദിമസഭയെ ഒന്നടങ്കം മുടിപ്പിക്കാൻ നോക്കി നിൽക്കുമ്പോഴും അവരുടെ അതരത്തിൽ നിന്ന് വ്യാപരിച്ച ശക്തിയുടെ മുമ്പിൽ നടുങ്ങിപ്പോയി. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് എന്താ എഴുതിയിരിക്കുന്നതെന്ന്? ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കാൻ തന്നെ.
അങ്ങനെ ഒരു വാക്ക് കണ്ടോ? സ്തോത്രം. ആ വാക്ക് എങ്ങനെ പറയേണ്ടത്? ശരിക്കും മോളിൽ വന്ന വാക്ക് താഴെ വരേണ്ടത്. ഇങ്ങനെ വായിക്കേണ്ടത്: ഞാൻ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. എന്തിന്? നിന്റെ ശത്രുവിനെയും നിന്നെ പകയ്ക്കുന്നവനെയും മിണ്ടാറാക്കാൻ. ഞാൻ നിന്റെ വീട്ടിലേക്ക് ഒരു ഉപദേശിയെ വിടാന്നല്ല, ഞാൻ നിന്റെ വായിൽ ബലം തരാം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ജൂൺ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച നിന്നെ പകയ്ക്കുന്നവനെ മിണ്ടാരാക്കാൻ, പോയി കേസ് കൊടുക്കാനല്ല, ഹല്ലേലൂയ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞവനെ ശാസിച്ചും പ്രാഗിയെ ഒതുക്കാനല്ല. നിന്റെ വായിൽ ഞാൻ ബലം തരാം. നിന്റെ ശത്രുവിനെ ഒതുക്കാൻ, അവൻ മിണ്ടാതാകാൻ, അവൻ ഇല്ലാതാകാൻ യേശുവിന്റെ നാമത്തിൽ. എത്ര പേർ ഈ സഭായോഗ മധ്യത്തിൽ അങ്ങനെ ഒരു ബലമുണ്ടെങ്കിൽ ആ ബലം എന്റെ മേൽ പകരുമാറാകണം കർത്താവേ. എന്റെ പ്രതിയോഗിയെ മിണ്ടാതാക്കാൻ, എന്റെ വൈരിയെ മിണ്ടാതാക്കാൻ, എന്റെ എതിരാളിയെ മിണ്ടാതാക്കാൻ എന്റെ വായിൽ ബലം തരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം ഞാൻ ആരാധിക്കുന്നത്. ആ ദൈവത്തിന്റെ ബലം ഈ ബലഹീന ശരീരത്തിലേക്ക്, ഈ മൺകൂടാരത്തിലേക്ക് പകരണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നവർ ശരീരത്തിന്റെ ഭാഷയിൽ ഏത് വിധത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങുക. ഹല്ലേലൂയ. വാക്യം അങ്ങനെയാണ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ, ഞാൻ ഇച്ചിലൂടെ ഒരു എന്താ പറയുക, ഒരു നാടൻ ഭാഷയിൽ ഞാനത് പറയട്ടെ, ദൈവം പറയുന്ന വാക്കായി പറയട്ടെ. ഞാൻ എൻ്റെ മക്കളുടെ വായിൽ, എൻ്റെ വചനത്തിൻ്റെ മുമ്പിലിരുന്ന് ദൈവത്തിൻ്റെ വചനം ഊറ്റി ഊറ്റി കുടിക്കുന്ന എൻ്റെ മക്കളുടെ വായിലേക്ക് ബലം കൊടുക്കും. എന്തിനാണെന്നറിയാമോ? അവൻ്റെ വൈരി അവനെ ജയിക്കാതിരിക്കാൻ, അവൻ്റെ പ്രതിയോഗി അവനെ ജയിക്കാതിരിപ്പാൻ, അവൻ്റെ ശത്രു അവനെ തകർക്കാതിരിപ്പാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അവൻ്റെ വായിൽ ബലം കൊടുക്കും. നിന്റെ വായിൽ ബലം കിട്ടണമെങ്കിൽ നീ ദൈവവചനം എന്ന മായമില്ലാത്ത പാല്, വീണ്ടും ജനിച്ച് മായമില്ലാത്ത പാല് കുടിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ തറവാട്ടിനകത്ത് വ്യാപരിച്ചു നിൽക്കുന്ന വല്യപ്പന്റെ കാലം മുതൽ നശിപ്പിക്കുന്ന പരമ്പരാഗതമായ ദുഷ്ടാത്മ ശക്തികളെ മിണ്ടാതാക്കാൻ സ്വർഗം നിന്റെ ആദരത്തിൽ ബലം തരുമെന്ന് ആ മുഖത്തിൽ ഈ വാക്യത്തിലൂടെ പറയുമ്പോൾ, ആ ബലം നിന്റെ വീടിന് ആവശ്യമാണെങ്കിൽ, നിന്റെ ശുശ്രൂഷയ്ക്ക് ആവശ്യമാണെങ്കിൽ, നിന്റെ മുന്നേറ്റത്തിന് ആവശ്യമാണെങ്കിൽ, ദൈവമേ നിന്റെ വചനത്തിലേക്ക് മടങ്ങി വരാം. ഞാനൊരു കുഞ്ഞു പാല് കുടിക്കുന്നത് പോലെ അത്ര ആവശ്യത്തോടെ, ആവേശത്തോടെ കരഞ്ഞ് 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 നിന്റെ വചനം ഏറ്റെടുക്കാമെന്ന് പ്രാർത്ഥിച്ചു നോക്ക്. സ്വർഗം ആ ബലം തരാൻ വിശ്വസ്തനായ ദൈവമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നു, നോക്കൂ, ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കാൻ. അപ്പോസ്തല പ്രവൃത്തി നോക്കിയാൽ അങ്ങനെയൊക്കെ തന്നെ കാണാം, അങ്ങനെയൊക്കെ തന്നെ കാണാം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം പരിചിതമാണ്, അതുകൊണ്ട് എടുത്ത് വായിക്കേണ്ട കാര്യമില്ല. 3:6 അപ്പോസ്തല പ്രവൃത്തി. സ്തോത്രം. യഹൂദന്മാർ കട്ടയ്ക്ക് കട്ടയ്ക്ക് വിമർശിച്ച് യേശുവിനെ ക്രൂശിച്ച് കർത്താവിന്റെ അപ്പോസ്തലന്മാരായിരിക്കുന്നവരെ മുഴുവൻ കയ്യിൽ കിട്ടിയാൽ ഉടയ്ക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആത്മനിറവ് പ്രാപിച്ച അപ്പോസ്തലന്മാർ 2 പേർ ദൈവാലയത്തിലേക്ക് പ്രാർത്ഥനാ സമയത്ത് ചെല്ലുമ്പോൾ, ദേവാലയത്തിന്റെ ഒരു ഗോപുരവാതിക്കൽ ഭിക്ഷ യാചിച്ചിരുന്ന മനുഷ്യനെ, സ്തോത്രം, പതുക്കെ വഴിയോരത്ത് കിടക്കുന്നവനെ വണ്ടി കയറ്റി കൊണ്ടുപോയി പൈപ്പിന്റെ ചോട്ടിൽ വെച്ച് കുളിപ്പിച്ച്, സ്തോത്രം, അവന്റെ ഷേവ് ചെയ്യിപ്പിച്ച്, അവന്റെ ഉടുപ്പ് മാറി, പിന്നെ മരുന്ന് കൊടുത്തും പകുതി പ്രാർത്ഥിച്ചും ഒരുമാതിരി അവനെ ആക്കിയെടുക്കുന്നത് പോലെ അല്ല അവർ ചെയ്തത്. ആ ഭിക്ഷ യാചിച്ചിരിക്കുന്ന അടുക്കച്ച് അവന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് തരുന്നു എന്ന് അവന്റെ ആദരം കൊണ്ട് പറഞ്ഞപ്പോൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് വീണ പൂട്ട് 38 വർഷമായി കിടക്കുന്നവന്റെ പൊട്ടിയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പറയാം, ആദരത്തിനകത്ത് വ്യാപരിക്കുന്ന ഒരു ശക്തി ദൈവജനത്തിന് മേൽ ദൈവം പകരുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവിൽ പകരുന്നുണ്ട്. കർത്താവിന്റെ നാമത്തിൽ സ്തോത്രം. വർഷങ്ങൾ പഴക്കമുള്ള ചില വിഷയങ്ങൾ, ഉദരത്തിൽ വെച്ച് മുതൽ നിനക്ക് കിട്ടിയ ചില ദോഷങ്ങൾ, ഇന്ന് പകൽക്കാലം അതിനെ തകർത്ത് കളയാൻ എന്റെ ദൈവം ബലം കൽപ്പിച്ചിരിക്കുന്നത് എവിടാന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവന്റെ ആദരത്തിൽ, വചനം വിശ്വസിക്കുന്നവന്റെ ആദരത്തിൽ, ദൈവവചനം പറയുന്നവന്റെ ആദരത്തിൽ, ആരാധിക്കുന്നവന്റെ ആദരത്തിൽ. എന്റെ കർത്താവ് പറയുന്നു, ഇന്നും വചനത്തെ സ്നേഹിക്കുന്നവന്റെ ആദരത്തിൽ പഴക്കമുള്ള വിഷയങ്ങളെ സ്തോത്രം ഇല്ലാതാക്കാൻ, പ്രതിയോഗിയെ മിണ്ടാതാക്കാൻ. ഈ കേൾക്കുന്നതിൽ വിവേകമുള്ള സാറന്മാരെങ്കിലും ചിന്തിക്കണം. ആ ഒരു വാക്യത്തിൽ നിൽക്കരുത്. 3-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ എന്താ സംഭവിച്ചത്? ഈ ആദരത്തിൽ ശക്തി വ്യാപരിച്ച അപ്പോസ്തലന്മാരെ ഒരു രാത്രി തടവിൽ വെച്ചിട്ട് പിറ്റേ ദിവസം വരെ വിസ്തരിക്കുകയാണ് മതകോടതി. മതകോടതിയിൽ വിസ്തരിക്കുമ്പോൾ എന്നെ ആശ്ചര്യപ്പെടുത്തിയ, എന്റെ ഉള്ളം നിറച്ച, ഈ മാർഗത്തെക്കുറിച്ച് അഭിമാനം തോന്നിയ ചില ഭാഗങ്ങൾ 4-ാം അധ്യായത്തിലുണ്ട്. എന്താണെന്നറിയാമോ? ഈ കോടതിയുടെ ജഡ്ജിമാർ പ്രതികളായി നിൽക്കുന്ന അപ്പോസ്തലന്മാരെ വിസ്തരിച്ച അനന്തരം അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടെന്ന് എഴുതിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ. സ്തോത്രം. ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് പ്രതികളെ 2 പേരെയും അല്പസമയത്തേക്ക് പുറത്തേക്ക് ഇറക്കി നിർത്തി. കോടതിയുടെ ചില നേരത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. കോടതിയിൽ നിന്ന് പുറത്തേക്ക് പ്രതികളായി വന്നിരിക്കുന്ന അപ്പോസ്തലന്മാരെ ഇറക്കി നിർത്തിയിട്ട് ഈ ജഡ്ജ്മെന്റ് സീറ്റിലിരിക്കുന്ന മഹാപുരോഹിത വൃന്ദത്തിലെ സകലരും കൂടി ആലോചിച്ചു, നാം ഇനി എന്ത് ചെയ്യും? നിഷേധിക്കാൻ കഴിയാത്തവണ്ണം തെളിവുകൾ വന്നിരിക്കുന്നുവല്ലോ. ഞാൻ ചോദിക്കുന്നു, ശത്രു മിണ്ടാരായോ?
പകയൻ, ഇത്രയും നേരം അന്യഭാഷയെ കുറ്റം പറഞ്ഞവൻ, ഇത് വീഞ്ഞടിച്ചിട്ടാന്ന് പറഞ്ഞവൻ, സ്തോത്രം, അവൻ മിണ്ടാതായോ? ഈ പകൽക്കാലം നിന്റെ ആത്മീകത്തെ നിന്ദിക്കുന്നവനെ മിണ്ടാതാക്കാൻ, അതിന് കുരുളയ്ക്ക് ഉപ്പേരി പോലുള്ള വാക്കല്ല, നീ പാഠപീഠത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്നിലൂടെ, നിന്റെ അതരത്തിലൂടെ വ്യാപരിക്കുന്ന ആത്മ വ്യാപാരം കൊണ്ട് കുറച്ച് നാളായി കുറച്ച് നാളായി നിന്റെ വീട്ടിൽ കിടന്ന് മറയുന്ന സാത്താന്യ ശക്തിയെ, നിന്നെ വിമർശിക്കുന്ന അന്ധകാര വ്യാപാരത്തെ, നിന്നെ നിന്ദിക്കുന്ന പകയനെ ഇന്ന് പകൽക്കാലം ഒന്ന് വാവത്താൻ പറ്റിയല്ല. പിന്നെ എന്താ അവനെ മിണ്ടാറാക്കാൻ, അവനൊന്നും ചെയ്യാൻ കഴിയാറാകാൻ നിന്റെ അതരത്തിൽ ശക്തി തരുന്ന എന്റെ ദൈവത്തെ ഇന്ന് പകൽക്കാലം മനസ്സ് തുറന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ സ്തോത്രം ചെയ്യാ. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ തിരുവെഴുത്തിൽ കണ്ടു, ദൈവസഭയ്ക്കകത്ത് അപ്പോസ്തലന്മാർക്കോ കൃപാവര ശുശ്രൂഷകർക്കോ സ്തോത്രം ദൈവമായ കർത്താവ് പണ്ട് പഴയ നിയമത്തിൽ മോശയുടെ കയ്യിൽ ഒരു വടി കൊടുത്തു. സ്തോത്രം, പുതിയ നിയമത്തിൽ 5 വിധ ശുശ്രൂഷകന്മാരുടെ കയ്യിൽ യാതൊന്നും സാധനം ദൈവം കൊടുത്തിട്ടില്ല. ചൂലോ ഇതൊന്നും അവരുടെ ഇല്ല. സ്തോത്രം, തുറന്നു പറഞ്ഞാൽ വെളിച്ചെണ്ണയോ എണ്ണയോ ഉപ്പോ വെള്ളോ ചരടോ ഏലസോ ഇതൊന്നും അവരുടെ ഇല്ല. വരുന്നവന്റെ അടുക്ക് കൊടുക്കാൻ ഒന്നുമില്ല. പിന്നെ അവരെങ്ങനെ ചെയ്താന്നറിയാമോ? അവരുടെ ആദരത്തിൽ ദൈവശക്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണോ ദൈവസഭ 2000 വർഷമായി പണിയപ്പെട്ടതെന്ന് വിവേകമുള്ളവർ ചിന്തിക്കട്ടെ. അവരുടെ കയ്യിൽ വേറൊന്നും കൊടുത്തില്ല. തമ്പുരാൻ ഇവിടുന്ന് പോകുമ്പോൾ, പരിശുദ്ധാത്മാവിനെ അയക്കുമ്പോൾ അവരുടെ ആദരത്തിൽ ശക്തി കൊടുത്തു. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആദരത്തിലെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതത്തിനകത്ത്, വായിനകത്തൂടെ വ്യാപരിക്കുന്ന ആത്മവ്യാപാരം അതെങ്ങ് ഷോർട്ടേജ് ആയി പോകാതെ അതിന്റെ വോൾട്ടേജ് മുഴുവൻ നിനക്ക് ചെല്ലേണ്ടടുത്ത് ചെല്ലാൻ തുടങ്ങിയാൽ വിചാരിക്കാത്ത അത്ഭുതങ്ങളെ ദൈവം നിന്റെ ആദരത്തിലൂടെ ചെയ്യുമെന്ന് പ്രവാചക ഭാഷയിൽ ആരോടൊക്കെ ദൈവം പറയുക. തെളിവ് 2, അപ്പോസ്തല പ്രവൃത്തി തെളിവ് 2 ഞാൻ പറയാം. പൗലോസ് അപ്പോസ്തലൻ അടക്കമുള്ള ഒരു സംഘം അന്ത്യോക്യയിലെ സഭയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരുന്നു. 13-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ. ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ആരാധിച്ചും പ്രാർത്ഥിച്ചും വചനമാർജിച്ചൊക്കെ അവരിയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവരെ കണ്ടിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചു. അങ്ങനെ ആത്മാവരെ പറഞ്ഞയച്ചു. മിഷണറി യാത്രയുടെ പ്രഥമ ദിവസങ്ങളിൽ യാത്ര ചെയ്ത് സെർഗിയോസ് പൗലോസ് എന്നറിയപ്പെടുന്ന ഒരു ദ്വീപ് പ്രമാണി, ഒരു വലിയ ഗവർണർ, ഒരു ദേശാധിപതിയുടെ അടുക്ക് ചെന്നു. ചുമ്മാ ട്രാക്ട് കൊടുത്ത് പോയ വഴിക്ക് ഒരു വീട് കണ്ട് കയറിയതല്ല. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പൗലോസിനെയും ബർന്നബാസിനെയും അദ്ദേഹം വിളിച്ചു വരുത്തിയതാണ്. ഈ നാട്ടിലൂടെ സുവിശേഷം പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടെന്നറിഞ്ഞുകൊണ്ട് നാരങ്ങാവെള്ളവും എന്തെങ്കിലും കൊടുത്തു വിടാന്ന് ഓർത്തല്ല, വചനം കേൾക്കാനാണ് 13-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയുള്ള നല്ല ആളുകളുള്ള ലോകമായിരുന്നു ഇത്. ദൈവവചനം പറയുന്നവനെ വീട്ടിൽ വിളിച്ചു കയറ്റുന്നവർ ഭാരതത്തിലുണ്ടായിരുന്ന നല്ല കാലങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. അങ്ങനെ വിളിച്ചു കയറ്റി. പക്ഷെ അവിടെ അദ്ദേഹത്തോട് കൂടെ നിൽക്കുന്ന ബറയേശു എന്നോ മറ്റു പേരുള്ള ഒരു സ്തോത്രം പിശാചിന്റെ മകൻ എന്ന പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ അവൻ ഈ വിശ്വാസത്തെ മുഴുവൻ തടയുക. പൗലോസിന് ഈ കാര്യം പിടികിട്ടി. വേറൊന്നും ചെയ്തില്ല. നമ്മുടെ ഈ വാക്യത്തിലെ ചിന്ത, ദൈവത്തിന്റെ വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കുന്നവന്റെ വായിൽ ദൈവം ബലം തന്നിട്ടുണ്ടെന്ന്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ബർന്നബാസിനെ വിളിച്ചിട്ട് ഇവിടെ പറഞ്ഞാലൊന്നും ഏക്കുകയില്ല, നമുക്ക് സമയം മെനക്കെടുത്തണ്ട, പോകാമെന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ സ്തോത്രം സെർഗിയോസ് പൗലോസിനോട് ആ മനുഷ്യനെ പുറത്തേക്ക് ഇറക്കി വിടും, എന്നാലേ സുവിശേഷം ഏക്കത്തുള്ളൂ എന്ന് പറഞ്ഞില്ല. നമ്മൾ വരും പറഞ്ഞ അച്ചായ ഇല്ലാത്ത ഒരു ദിവസം വിളിക്കുക, അന്നേരം വരാമെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ലീവ് എടുക്കുന്ന ദിവസം വിളിക്കുക, അന്ന് വരാമെന്ന് പറഞ്ഞില്ല. ആ പൗലോസ് അതരത്തിൽ ശക്തിയുള്ളവൻ ഈ എലീമാസ് എന്ന് പറയുന്നവനെ നോക്കിയിട്ട് പറഞ്ഞു, ഹാ, സകല കപടവും ദൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നവനെ, ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും, നീ കുറെ നേരത്തേക്ക് അന്ധനായി മാറുമെന്ന് പറഞ്ഞ മാത്രയിൽ ദൈവം തമ്പുരാൻ അധരത്തിൽ ബലം കൊടുത്തിരിക്കുന്നവൻ പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു അത് സംഭവിച്ചു. ഞാൻ ചോദിക്കുന്നു, ഹല്ലേലൂയ, വൈരിയുടെ വായടഞ്ഞോ? ദൈവപ്രവൃത്തി വെളിപ്പെട്ടോ? അതുകൊണ്ട് ഇന്ന് പാലക്കാലം ഓർക്കണം, നിന്റെ അധരം ആത്മീകതയുടെ ശക്തിയുടെ സ്രോതസ്സാണ്. അതിൽ നിന്ന് പുറപ്പെടുന്നത് ഇവിടത്തെ ഏത് പവർ ഹൗസിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന പവറിനേക്കാൾ ശക്തമാണ് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവവചനം. അകത്തെ ഉള്ളവന്റെ അധരത്തിലൂടെ വ്യാപരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ചെറുതല്ല, അത് ഏറ്റവും വലുതാണ്. അതരത്തിലൂടെ വ്യാപരിക്കുന്ന ശക്തി എന്താ കുഴപ്പമെന്നറിയാമോ? നമുക്ക് ഹല്ലേലൂയ ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധമുള്ളവർക്കറിയാം. അവർ ഈ മഴക്കാലമൊക്കെ പിടിക്കുന്നതിനേക്കാൾ മുമ്പ് അവര് തോട്ടിയും കൊണ്ടും കമ്പും കൊണ്ടൊക്കെ വന്നിട്ട് ടച്ചിങ് വെട്ടുക എന്നൊരു പരിപാടിയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന മരത്തിൻ്റെയൊക്കെ ചില്ലയും ചിഗരയും എല്ലാം ചെന്ന് ഈ ലൈനിൽ ചെന്ന് മുട്ടി നിൽക്കുകയായിരിക്കും. 11 kV ആരോടും ചോദിക്കുകയല്ല, അനുവാദം ചോദിക്കുകയല്ല. അവർ വന്നിട്ട്
അത് അരിഞ്ഞു വീഴ്ത്തും. കാരണം എന്താ? സ്തോത്രം, ഇത് മുട്ടി നിന്നാൽ വീടുകളിലേക്ക് എത്തേണ്ട, പ്രയോജനപ്പെടേണ്ട പവർ ഇതിലൂടെ ചോർന്നു പോകും. നമുക്ക് പറ്റുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകളെല്ലാം മറ്റെവിടെ ടച്ച് ചെയ്ത് നിൽക്കുക. പ്രാർത്ഥിക്കാത്തതുകൊണ്ടല്ല, ഉപവസിക്കാത്തതുകൊണ്ടല്ല, വചനം വായിക്കാത്തതുകൊണ്ടല്ല, വാഗ്ദത്വം ഇല്ലാത്തതുകൊണ്ടല്ല, കഴിഞ്ഞ ആഴ്ച 7 ദിവസം ഉപവാസം എടുത്തവരാ. പക്ഷേ നമ്മൾ പറയുമ്പോൾ പിശാച് നമ്മളെ തിരിഞ്ഞ് കൊഞ്ഞനം കുത്തി കാണിക്കുക. കാരണം ശക്തി അങ്ങോട്ട് പോകുന്നില്ല. വചനത്തിന് ശക്തി ഇല്ലാത്തതുകൊണ്ടോ നമ്മൾ വന്ന മാർഗം തെറ്റായതുകൊണ്ടല്ല, നമ്മുടെ വാക്കുകൾ ചെന്ന് വേണ്ടാത്തിടത്ത് എവിടെയോ മുട്ടുന്നുണ്ട്. സ്തോത്രം. അത് നമ്മുടെ ശക്തിയെ ചോർത്തിക്കളയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പകൽക്കാലം തീരുമാനിക്കണം, എൻ്റെ വായിൽ ദൈവം തന്നിരിക്കുന്ന ബലം അത് ചുമ്മാ പൊട്ടച്ചൊല്ലും കളിവാക്കും വല്ലോരോടുള്ള കയർത്തുമൊക്കെ ആയിട്ട് വീട്ടിൽ കിടന്ന് അതും ഇതും പറഞ്ഞ് സാത്താൻ അതൊക്കെ ചെയ്യും. പക്ഷേ ഈ സ്തോത്രഹല്ലേലൂയ വളർന്നു നിൽക്കുന്ന വെറും പാഴ്മരത്തിലേക്ക് നിന്റെ പവർ മുഴുവൻ കയറ്റി വിട്ടിട്ട് ചെല്ലേണ്ടിടത്ത് ചെല്ലാതെ അപമാനിക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് വായടച്ചിട്ട് ഉപയോഗിക്കേണ്ടിടത്ത് മാത്രം ദൈവത്തിന്റെ വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, സ്തോത്രം, ദൈവാത്മാവിൽ പറയാം, അതീവ ശക്തിയുടെ വ്യാപാരം പരിശുദ്ധാത്മാവ് ആദരത്തിലൂടെ പറയാൻ വിശ്വസ്തനായ ദൈവമാണ്. 16-ാം അധ്യായത്തിൽ കാരാഗ്രഹം പൊളിച്ചത് എങ്ങനെ? ഒരു വലിയ രാഷ്ട്രീയ നേതാവിനെ പോലെയോ ഒരു വലിയ സാമൂഹ്യ നേതാവിനെ പോലെയോ അറസ്റ്റ് വരിച്ച് ജയിലിലിട്ടപ്പോൾ അണിയാളികളെ വിളിച്ചു വരുത്തി കൊടിയും തോരണവും പിടിച്ചുകൊണ്ടുവന്ന് സ്തോത്രം ബാരിക്കേഡുകൾ തല്ലി തകർക്കുന്നത് പോലെ പൗലോസിന്റെ ശിക്ഷകണം വന്ന് കാരാഗ്രഹം ചവിട്ടിപ്പൊളിച്ചതാണോ? അല്ല. പൗലോസിനറിയാം ആദരത്തിൽ ബലമുണ്ട്. എല്ലാം ഒതുങ്ങിക്കഴിയുമ്പോൾ, എല്ലാവർക്കും ചെയ്യേണ്ടത് ചെയ്തു കഴിയുമ്പോൾ, ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിയുമ്പോൾ, സ്തോത്രം, എല്ലാവരുടെയും ആർത്തി തീർന്നു കഴിയുമ്പോൾ, അവരൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവന്റെ ആദരത്തിന്റെ ബലം പുറത്തെടുക്കാൻ തുടങ്ങി. അവർ പ്രാർത്ഥിച്ചു പാടാൻ തുടങ്ങിയപ്പോൾ ആദരത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തി അതിന്റെ അടിത്തറയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പറയാം, കൈവരൽ തൊടാതെ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് യേശുവിന്റെ മാർഗമാണ്. കർത്താവ് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ പറഞ്ഞാൽ ദുഷ്ടാത്മ ശക്തികൾ വിട്ടുപോകുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് നമ്മൾ ആരാധിക്കുന്ന മാർഗമാണ്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഞാനീ പറഞ്ഞ പോലെ ടച്ചിങ് വെട്ടിയല്ല. വേണ്ടത് എവിടെയാ വേണ്ടാത്തത് എവിടെയാണെന്ന് അറിയല്ല. എല്ലാത്തിനും കയറി നമ്മൾ അഭിപ്രായം പറയും, എല്ലാവരോടും കയറി നമ്മൾ ഏറ്റുമുട്ടും. വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളെ ഈ പ്രാർത്ഥിച്ച് പ്രാപിക്കുന്ന കൃപകളൊക്കെ ചോർത്തിക്കളയാൻ, ആത്മാവിൽ ആരാധിച്ച് പ്രാപിച്ചെടുക്കുന്ന വചനത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്ന ശക്തി മുഴുവൻ ഇല്ലാതാക്കാൻ വ്യാപരിക്കുന്ന ശക്തിയിലേക്ക് നമ്മളും ഈ പ്രാർത്ഥിച്ച് കിട്ടുന്നതെല്ലാം ചോർത്തി. പിന്നെ സ്തോത്രം, എന്താ പറയാ, ഫിലമെന്റ് പഴുത്ത് നിൽക്കുന്ന, വോൾട്ടേജ് ഇല്ലാത്തിടത്ത് കത്തി നിൽക്കുന്ന ബൾബ് പോലെ നിൽക്കാന്നുള്ളതേ ഉള്ളൂ. ഒന്നും നടക്കുകയില്ല. പക്ഷെ ഇന്ന് കർത്താവിന്റെ ആത്മാവ് 2-ാം വാക്യം അല്ലായിരുന്നു പറയേണ്ടത്, പക്ഷെ പറയിപ്പിക്കുമ്പോൾ ഓർപ്പിക്കാം. സ്തോത്ര ഹല്ലേലൂയ. പഴക്കമുള്ള വിഷയങ്ങളെ ആദരത്തിലെ ശക്തി കൊണ്ട് ഇല്ലാതാക്കാം. നിന്റെ മുമ്പിൽ നിന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ കഴിയാതെ അതിനെ മറഞ്ഞിരുന്ന് തടയുന്ന ശക്തിയെ നിന്റെ ആദരത്തിൽ വ്യാപരിക്കുന്ന ശക്തി കൊണ്ട് നിനക്കില്ലാതാക്കാം. നിന്റെ മുന്നേറ്റങ്ങളെ തടഞ്ഞ് നിന്നെ ഒതുക്കി അകത്തിട്ട് പൂട്ടിയാൽ ആരെയും വിളിക്കണ്ട. അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി ആദരത്തിലൂടെ വ്യാപരിക്കാൻ തുടങ്ങിയാൽ അടിത്തറ ഇളക്കി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. ഇവിടെയെല്ലാം വ്യാപരിച്ചത് ആദരത്തിലൂടെ വ്യാപരിക്കുന്ന ശക്തിയാണ്. ഞാൻ ഒന്നോടെ പറയാം, പൈതങ്ങളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ എന്റെ ദൈവം ബലം നിയമിച്ചിരിക്കുക. നിയമനം ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. നിയമനം കൈപ്പറ്റണം. എന്റെ വായിൽ ദൈവം ബലം തന്നിട്ടുണ്ട്. അതെങ്ങും കൊണ്ടുപോയി ചോർത്തിക്കളയരുത്, അതെങ്ങും കൊണ്ടുപോയി പാഴാക്കി കളയരുത്. എന്ന് പറഞ്ഞാൽ ആരോടും മിണ്ടരുതെന്നാണ്. അല്ല, അത്യാവശ്യം കാര്യം വേണ്ടാത്ത കാര്യത്തിനകത്തൊന്നും പോയി തലയിടരുത്. വെറുതെ കയറി ആരോടും കോർക്കുക. അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. സ്തോത്ര ഹല്ലേലൂയ. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഉണർവൊക്കെ നടക്കുമ്പോൾ, വിശേഷിച്ച പെന്തക്കോസ്ത് ഉണർവുകൾ നടക്കുന്ന കാലത്ത്, പെന്തക്കോസ്ത് സമൂഹത്തിന്റെ മുൻനിരയിൽ നിന്ന് പേര് പറഞ്ഞാൽ പ്രസിദ്ധനായിരിക്കുന്ന, ഒരുപക്ഷെ പ്രായമുള്ളവർക്കറിയാവുന്ന ശക്തനായിരുന്ന ഒരു താർക്കികനുണ്ടായിരുന്നു. അന്യഭാഷ സംബന്ധിച്ച്, സ്നാനം സംബന്ധിച്ച്, വേർപാട് സംബന്ധിച്ചൊക്കെ ഉണ്ടായ വലിയ വലിയ സ്തോത്രം ചോദ്യങ്ങൾക്ക് പന്തല് കെട്ടി 7 എട്ടും 10 ദിവസമൊക്കെ പൊതുജന സമക്ഷം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് അതിന് ഖണ്ഡന പ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രസിദ്ധനായ കർത്തദാസനുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ, എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ആയുസ്സിൽ ഞാൻ വളരെ വീര്യത്തോടുകൂടെ, ഏറ്റവും ശൗര്യത്തോടെ അനിവാര്യമായിരുന്നു ഈ വക വിഷയങ്ങൾക്ക് വേണ്ടി ഖണ്ഡന പ്രസംഗങ്ങൾ നടത്തി. 7 ദിവസം 10 ദിവസമൊക്കെ പന്തലിട്ട് മൈക്ക് വെച്ച് കെട്ടി പെട്രോമാക്സ് കത്തിച്ച് വെച്ച് ആദ്യം ഒരു ഭാഗത്തെ ആൾക്കാർ അവതരിപ്പിക്കും, പിന്നീട് മറുഭാഗം അവതരിപ്പിക്കും. ആളുകൾ കൈയടിച്ചു, പ്രോത്സാഹനം തന്നു, സ്തോത്രം ക്ഷയിക്കാൻ തന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ആരും സ്വർഗത്തിൽ പോയില്ല. കയ്യടി മേടിക്കാൻ പറ്റിയ അത്രയേ ഉള്ളൂ. വേറെ ചിലരുടെ പേരെഴുതിയിട്ട് അദ്ദേഹം എഴുതി, തർക്കത്തിനും വാദത്തിനും ചോദ്യത്തിനും ഒന്നും പോകാതെ
തർക്കിക്കുന്നവൻ തർക്കിക്കട്ടെ എന്ന് ഭാവിച്ചുകൊണ്ട് സത്യസുവിശേഷം തുടർമാനം പ്രസംഗിച്ചുകൊണ്ടിരുന്നവർ അവരിവിടെ ഉണർവുണ്ടാക്കി. നിങ്ങൾക്ക് മനസ്സിലായോ? വീട്ടിൽ കിടന്ന് തർക്കിച്ചത് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതൊരു അടവാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രാപിക്കുന്ന ദൈവശക്തി ചോർത്തിക്കളയാൻ പിശാച് ചെയ്യുന്ന തന്ത്രമാണത്. നീ പകൽക്കാലം ദൈവം എന്നോട് പറയുന്നു, നീ സഹിക്കുന്ന വേദനകളെ ഇല്ലാതാക്കാൻ ഞാനൊരു ഡോക്ടറുടെ നമ്പർ തരാന്നല്ല, നിന്റെ വായിൽ ഞാൻ ബലം നിയമിക്കാം. നിന്റെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ, നിങ്ങളുടെ കുടുംബത്തെ വീണ്ടെടുക്കാൻ, നിങ്ങൾക്ക് മടങ്ങി വരാൻ, നിന്റെ സമാധാനം തിരിച്ചു പിടിക്കാൻ, നിന്റെ ജീവിത പങ്കാളിയെ തിരിച്ചു പിടിക്കാൻ നീ ആരുടെ പുറകെ പോകണ്ട. നീ വീണ്ടും ജനിച്ച ദൈവവൈതലാണെങ്കിൽ, നിനക്ക് വചനം എന്ന മായമില്ലാത്ത പാലിഷ്ടമാണെങ്കിൽ, നിനക്ക് ആരോഗ്യത്തോടെ ആത്മീയത്തിൽ നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ, സ്വർഗം പറയുന്ന വാക്കായിട്ട് പിടിക്കുന്നത്, ഞാൻ നിന്റെ വായിൽ ബലം തരാം. അപ്പൊ അതെങ്ങനെ ചെയ്യണം പാസ്റ്ററെന്ന് കൂടി ഭയക്കാലും 3-4 വാക്യങ്ങൾ വായിച്ചു എന്നുള്ളൂ. ഹല്ലേലൂയ. ഒന്നും പറയാൻ പറ്റിയില്ല. ഇനി അതിലേക്ക് കയറിയോട്ട് നടക്കത്തുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകാതെ ഇവിടെ നിൽക്കാം. കർത്താവ് വന്നില്ലെങ്കിൽ ആരോഗ്യം ബലവും തന്നാൽ 8-ാം സങ്കീർത്തനമൊക്കെ വായിക്കാൻ ഇനി അവസരം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞാനിവിടെ പര്യവസാന സമ്പത്തേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളോട് പറയാം, ഈ ശക്തി പിന്നെ എങ്ങനെ പ്രയോജനപ്പെടുത്താം. ഞാൻ നിങ്ങളിങ്ങനെ ഓർപ്പിക്കാം. നിന്റെ വീടിനകത്തിരുന്ന് ഇതിൻ്റെയൊക്കെ പുറകിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റുകളുണ്ട്, ദുഷ്ടാത്മശക്തികൾ. ചിലരെ കഠിനരാക്കുന്ന, ചിലരെ സ്നേഹമില്ലാത്തവരാക്കുന്ന, ബന്ധങ്ങളെ മറക്കുന്ന, നന്ദിയില്ലാത്തവരാക്കുന്ന, അങ്ങനെ വ്യാപരിക്കുന്ന ചില ദുഷ്ടശക്തികളുണ്ട്. സ്തോത്രം. ആ ശക്തികളെ വീട്ടിലിരുന്നു കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ മേൽ, അവൻ്റെ ജീവിതത്തിൻ്റെ മേൽ, അവരുടെ നന്മയുടെ മേൽ സ്വസ്ഥത കെടുത്താൻ അരമുറിക്ക് നിൽക്കുന്ന ദുഷ്ടശക്തിയോട് ആത്മമണ്ഡലത്തിൽ അകക്കണ്ണു തുറന്ന ആത്മാവിൽ നിന്റെ വീടിനകത്തിരുന്നുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ പറയാൻ തുടങ്ങണം, ഞങ്ങളുടെ ദൈവം വലിയവനാണ്, ഞങ്ങളുടെ കർത്താവ് ശക്തനാണ്, അതിൻ്റെ മേൽ ദൈവകൃപ വ്യാപരിക്കുക, എൻ്റെ അതരത്തിൽ ദൈവശക്തി തന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം. അത് ദൈവാത്മാവിൽ പറയാൻ തുടങ്ങിയാൽ ആ പറയുന്നിടത്ത് അതരത്തിലൂടെ ശക്തി വ്യാപരിക്കും. സ്തോത്രം. നിങ്ങൾ വേദപുസ്തകം മുഴുവൻ നോക്കുക. കർത്താവിൻ്റെ നാമത്തെ അധരം കൊണ്ട് ഉപയോഗിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ വ്യാപരിച്ചു നിന്ന പല ശക്തികളെയും ദൈവം ഇല്ലാതാക്കി. സ്തോത്രം. മരിച്ചവരെ ഉയർപ്പിച്ച് എങ്ങനാ? ഞാനിത് പറയുമ്പോൾ ആരും വിമർശനം, എൻ്റെ കാര്യം അല്ലെങ്കിൽ ഈ പുസ്തകത്തിലെ ഞങ്ങളുടെ സത്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സത്യം സത്യമായി പറയുക. പത്രോസ് അപ്പോസ്തലൻ, സ്തോത്രം, 9-ാമത്തെ അപ്പോസ്തല പ്രവൃത്തിയിൽ തബീതയെ ഉറപ്പിക്കുന്നു. ആ സമയത്ത് എങ്ങനെയാ? ആൾക്കാരെ എല്ലാം വട്ടം നിർത്തി, സ്തോത്രം, ചുറ്റും വലിയ ദീപങ്ങൾ കത്തിച്ചു വെച്ച് ഏതെങ്കിലും വിധത്തിലൊക്കെ കർമ്മങ്ങൾ നടത്തിയാലല്ലോ. അദ്ദേഹത്തിന്റെ ആദരത്തിൽ വ്യാപരിക്കുന്ന ശക്തിയുണ്ട്. മരിച്ചു കിടക്കുന്ന ശവത്തിന്റെ അടുക്ക ചെന്നിട്ട് വേറൊന്നും പറഞ്ഞില്ല, ഒച്ചപ്പാടുണ്ടാക്കിയില്ല, ഷൗട്ട് ചെയ്തില്ല. കയ്യെ പിടിച്ചിട്ട് എഴുന്നേക്കാൻ പറയുമ്പോൾ മരണം കൊണ്ട് ശരീരം വിട്ടുപോയ ആത്മാവിനെ തിരിച്ചതിനകത്ത് കയറ്റാൻ ഒരു കർമ്മവും ഇല്ലാതെ, ഇച്ചിരി വെള്ളം തളിക്കാതെ, എന്തെങ്കിലും പൊടി വാരിയിടാതെ, അതിന്റെ ചുറ്റും 7 വട്ടം നടക്കാതെ, ഒറ്റ വാക്കുകൊണ്ട് മരണത്തിലേക്ക് പോയവനെ തിരിച്ചു വരുത്താൻ കഴിയുന്ന ഒരു ശക്തി അതരത്തിൽ തന്ന മാർഗമാണ് യേശുവിന്റെ മാർഗം. സ്തോത്രം. അത് മറന്നിട്ട് നമ്മൾ വെറും മണ്ടത്തരം കാണിക്കുമ്പോഴാണ് കർത്താവിനെ സഹിക്ക വയ്യാത്തത്. നമ്മളൊക്കെ പൊറുക്കും, പക്ഷെ സ്വർഗത്തിലിരിക്കുന്നവൻ സഹിക്കുകയില്ല. നിന്റെ അതരത്തിൽ ശക്തിയുള്ളപ്പോൾ നീ, സ്തോത്രം, ഇതെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? അത് കളഞ്ഞിട്ട് നീ എന്തൊക്കെ ചെയ്താലും, സ്തോത്രം, മനസ്സിലാവുന്ന ഞാൻ പറയുന്നേ, എന്തൊക്കെ ചെയ്താലും അതിൽ കൂടെ എൻ്റെ ശക്തി കയറുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഒറ്റ വഴിയുള്ളൂ, അതരത്തിലെ ശക്തി പ്രാപിച്ചെടുക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിനെ വിശ്വസിക്കുക. ഞാൻ പാടുമ്പോൾ ഒരു ശക്തി വരും, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശക്തി വരും, ഞാൻ സുവിശേഷം പ്രസംഗിക്കും. ഞാനത് പറയുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ വെറും കഥയല്ല, വെറും ചിന്തകളല്ല, വെറും സയൻസ് അല്ല, വെറും തിയോളജി അല്ല, ഒരു ശക്തി എൻ്റെ അകത്തുനിന്ന് പുറത്തു വരും എന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. അത് ചെന്നിടിച്ച് ചില വിഷയങ്ങളെ തകർത്തിട്ട് സാത്താൻ കോട്ട കെട്ടി കൊണ്ടു നടക്കുന്ന ചില അന്ധത പിടിപ്പിച്ചവരെ ആ കോട്ടക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ സ്തോത്രം ഞങ്ങളുടെ എളിയ ശുശ്രൂഷ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു മിടുക്കുമല്ല. ഈ പുസ്തകത്തിൽ പറഞ്ഞ ആദരത്തിൽ ശക്തി തരുന്ന ഒരു ദൈവം ഞങ്ങളുടെ പുറകിലുണ്ട്. ഇന്ന് പകൽക്കാലം 1-2 പേർക്കല്ല, ഒറ്റ ഡിമാൻഡുള്ളൂ ഈ വാക്യത്തിനകത്ത്. ഒന്ന്, ശിശുവായിരിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ചിരിക്കണം. വലിയ ബുദ്ധിമാൻ കളിക്കരുത്. അവർക്കൊന്നും ഇതൊന്നും എത്തിപ്പിടിക്കാൻ പോലും പറ്റിയല്ല. ആത്മീയത്തിൽ എപ്പോഴും ശിശുവായിരിക്കുന്ന സാറേ നല്ലത്. ഇല്ല, മൂത്തു പോയാൽ പിന്നെ ഒന്നിനും കൊള്ളുകയില്ല. സ്തോത്രം. അതാ വാസ്തവം. എന്നും കർത്താവ് പറഞ്ഞ പോലെ ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ, തിരിഞ്ഞ ശിശുവിനെ പോലെ അങ്ങനെ ആയിരിക്കാൻ എന്നും ആർത്തിയുള്ള, ക്യൂരിയോസിറ്റിയുള്ള, ആകാംക്ഷയുള്ള, അറിയാൻ ആഗ്രഹമുള്ള, എല്ലാം അറിയാന്നുള്ള ഭാവത്തിൽ നടക്കാതെ
ഒരു ശിശുവിനെ പോലെ ഇരുന്ന് ദൈവത്തിന്റെ വചനം ഊറ്റി ഊറ്റി കുടിക്കാൻ അത്ര അടിമാനമുള്ളൂ ഞാൻ കണ്ടത്. വീണ്ടും ജനിച്ചിരിക്കണം, ഒരു ശൈശവ മനസ്സുണ്ടായിരിക്കണം. ഈ കാര്യത്തിൽ അറിയാനും വളരാനും ആഗ്രഹിക്കാനുള്ള ഒരു മനസ്സ്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എന്നും അവന്റെ മനസ്സിനകത്തുണ്ടാകും വളരാനുള്ള മനസ്സ്. 56കാരോട് ചോദിച്ചാൽ ഇനി എന്നെ വളരാനാ, പല്ലും പോയി തുടങ്ങി, ഇനി അസ്ഥിയും വളരാനില്ല, ഒന്നും വളരാനില്ല. എന്നാലും ശിശുവിന് പ്രതീക്ഷയുണ്ട്, ഇനിയും ഞാൻ വളരും. ആ ഒരു പ്രതീക്ഷയായിരിക്കണം 80 വയസ്സായി വിശ്വാസിക്കും. സ്തോത്രം. എത്ര വട്ടം പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലെങ്കിലും ഒന്നോടെ ഞാൻ കർത്താവിനെ സ്ഥലം ക്രമീകരിക്കപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഇനിയും വളരും. ആ ഒരു ശിശു മനസ്സോടെ, സ്തോത്രം, ദൈവവചനമെന്ന മായമില്ലാത്ത പാല്, അത് അന്ന് ഒത്തിരി കുടിച്ചതാ. ബൈബിൾ ഞാൻ 5 പ്രാവശ്യം വായിച്ചതാ. ഇനി ബൈബിൾ വേണ്ടെന്ന് പറയല്ല, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഞാൻ പറഞ്ഞല്ലോ. സ്തോത്രം, വാക്ക് വേണമെങ്കിൽ ഒന്നോടെ നോക്കിയോ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, മുല കുടിച്ചവരുടെ എന്നല്ല, കുടിക്കുന്നവരുടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ദൈവത്തിന്റെ വചനം വലുതായി കണ്ട് വിശ്വസിച്ച് അത് വേണ്ടുവോളം പെറുക്കി എടുക്കുന്ന, ഊറ്റിക്കുടിക്കുന്ന ദൈവമക്കളുണ്ടോ? അവരുടെ വായിൽ സ്വർഗസ്ഥനായ ദൈവം അസാധാരണ ബലം നിയമിച്ചിരിക്കും. ആ ബലവുമായി നമുക്ക് ആത്മീക യാത്ര തുടരാം. ആ ബലവുമായി നമുക്ക് ആത്മീയത്തിൽ ശക്തരാകാം. സ്തോത്രം. അതുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കുന്നു. ഇന്ന് സ്വർഗം ആഗ്രഹിച്ചത് അതായിരിക്കയാൽ ഈ വാക്കുകൾ മനസ്സിൽ കരുതുക. 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നിങ്ങളുടെ ബൈബിളിൽ അടിവരയിടുക. നിങ്ങൾ പാസ്റ്ററോ വിശ്വാസിയോ അപ്പോസ്തലനോ ആരുമാകട്ടെ, സൺഡേ സ്കൂൾ അധ്യാപകനോ, സ്തോത്രം, എന്തുമാകട്ടെ, നിങ്ങളുടെ വായിൽ അതിന് വലിപ്പച്ചെറുപ്പോ ഇല്ല. ദൈവം ബലം നിയമിക്കും. ഞാൻ നിങ്ങളെ നോക്കി കൈ ഉയർത്തി അനുഗ്രഹിക്കുന്നു. ജൂലൈ മാസത്തിൽ അത് ഇമ്പാക്ട് ചെയ്യാൻ തുടങ്ങണോ. നിങ്ങളുടെ സ്തോത്രം, വീട്ടിൽ നിങ്ങളുടെ വായിൽ നിന്ന് വ്യാപരിക്കുന്ന ശക്തി കൊണ്ട് നിങ്ങളുടെ മക്കള് സൗഖ്യമാകണം. നിന്റെ മകൻ മടങ്ങി വരണോ, അവന്റെ കുടുംബം ശരിയാകണോ, നിന്റെ സമ്പത്ത് തിരികെ കിട്ടണോ, നീ അനുഭവിക്കുന്ന നന്മകൾ നിന്റെ വായിലെ വാക്കുകൊണ്ട്, നീ കേസ് കൊടുത്തിട്ടല്ല, വഴക്കുണ്ടാക്കിയിട്ടല്ല, നീ മുണ്ടും മടക്കി കുത്തി കൈയുരുട്ടി ചെന്നിട്ടല്ല, പ്രാർത്ഥനാ മുറിയിൽ അവകാശത്തോടെ പറയുമ്പോൾ ആത്മാവിൽ പഴക്കമുള്ള ചില വിഷയങ്ങളെ സ്വർഗം നിന്റെ അതരത്തിൽ വ്യാപരിക്കുന്ന ആത്മശക്തി കൊണ്ട് തിരികെ പിടിക്കാൻ ആ ബലം പകരണം. അത് ദൈവം ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ, പ്രത്യേകിച്ച് എല്ലാ ദിവസവും സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കുന്നതിനേക്കാൾ കുറേം കൂടി ആത്മാർത്ഥ. കാരണം ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ്, ഇത് ഞാൻ പറയാൻ വേണ്ടി നിന്നതേ അല്ല. പക്ഷെ ദൈവാത്മാവാണ് ബാക്കി എഴുതി വെച്ചതെല്ലാം മാറ്റി വെച്ചിട്ട് ഇതിവിടെ പറഞ്ഞതെങ്കിൽ, ജൂലൈ മാസത്തിൽ നിങ്ങൾ തിരുവെടുത്തിരുന്ന് വായിച്ച് ഗ്രഹിക്കുക. ഒരു ശിശുവിന്റെ മനസ്സോടിരിക്കുക. നിങ്ങൾ കുറച്ച് നാളുകളായി അനുഭവിക്കുന്ന വേദനകളെ ഇല്ലാതാക്കാൻ, ഞാൻ ആ പറഞ്ഞ വാക്ക് ബൈബിൾ എഴുതിയത്, നിന്റെ പ്രതിയോഗിയെയും വൈരിയെയും മിണ്ടാതാക്കാൻ, നിന്നെ ചോദ്യം ചെയ്തവരെ മിണ്ടാതാക്കാൻ, നിന്നെ അപമാനിച്ചവരെ മിണ്ടാതാക്കാൻ, നീ നശിക്കത്തുള്ളെന്ന് പറഞ്ഞവരെ മിണ്ടാതാക്കാൻ, അവരുടെ മുമ്പിൽ നിന്നെ ജയാളിയാക്കാൻ, നിന്റെ ഹല്ലേലൂയ ദൈവപ്രവൃത്തി കൊണ്ട് ഉത്തരമരുളാൻ നിന്റെ അതരത്തിൽ ശക്തി വ്യാപരിക്കട്ടെ. അതരങ്ങൾ തുറന്ന ഒരല്പസമയം നന്ദിയോടെ സ്തോത്രം ചെയ്യാമെങ്കിൽ കൊയറൊരു പാട്ട് പാടാൻ പോകുക. ഇത് കേട്ടിട്ട് പിന്നെയും മൗനമായിരിക്കാതെ അതരങ്ങൾ തുറന്ന ആത്മാവിൽ പാടാൻ തുടങ്ങുമ്പോൾ, പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, പറയാൻ തുടങ്ങുമ്പോൾ ഒരു ശക്തി വ്യാപരിക്കും. എന്റെ അതരത്തിൽ ദൈവം ബലം നിയമിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യുമ്പോൾ കൊയറ് ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാം. ചേർന്ന് ആരാധിക്കാം നമുക്ക് ഒരുമിച്ച്.